പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ, ഏവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഈ ആശംസകൾ അറിയിക്കുന്നതിൽ ഞാൻ സന്തോഷം അനുഭവിക്കുന്നുവെങ്കിലും അങ്ങനെ ആശംസകളുടെ ഏതാനും വാക്കുകൾ ഈ ഈസ്റ്റർ അനുഭവത്തിൻ്റെ ആശയത്തെ, അതിൻ്റെ സത്യത്തെ, അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന സംശയം എന്നെ നന്നേ അലട്ടുന്നുണ്ട്. ഇത് രണ്ടും ഇന്നത്തെ എൻ്റെ അവസ്ഥയുടെ പ്രത്യേകതകളാണ്. സാധാരണ ഈസ്റ്ററിനെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പരമ്പരാഗതമായ വിധത്തിൽ ആഘോഷിച്ചു വരുന്നു. പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിൽ ആഗോള ക്രിസ്തീയ സമൂഹം യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും മരണാനന്തരമായ അവൻ ഉയർത്തെഴുന്നേറ്റതിനെ പറ്റിയും അതിനുശേഷം സ്വർഗാരോഹണം നടത്തിയതിനെ പറ്റിയുമൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ആത്മീയമായ സാധ്യത, അത് മനുഷ്യൻ്റെ അവസ്ഥയോടുള്ള ബന്ധത്തിൽ വേണ്ടതുപോലെ അതിൻ്റെ ആത്മാവിലും സത്യത്തിലും മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്നതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ കാരണം ഞാൻ അല്പം ഒന്ന് വെളിപ്പെടുത്തട്ടെ. നിങ്ങൾ ശ്രദ്ധയോടെ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കരുണയുണ്ടാകണം. യഹൂദ മതത്തെയും യേശു അറിയിച്ച ജീവിതത്തിൻ്റെ വഴിയെപ്പറ്റിയും നാം താരതമ്യമായി ഒന്ന് പഠിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകാവുന്ന ഒരു സുപ്രധാനമായ സത്യമുണ്ട്. ഉദാഹരണമായിട്ട്, യഹൂദ മതത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരു നേതാവും താൻ ജീവന്റെ ജലമാണ് എന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. യേശു അറിയിച്ചത് ജീവിക്കുന്ന ദൈവത്തെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ, ആ പിതാവും ഞാനുമായുള്ള ബന്ധമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സത്യം. എൻ്റെ വ്യക്തിത്വവും ഞാൻ ഉൾക്കൊള്ളുന്ന വെളിച്ചവും എല്ലാം ആ ബന്ധത്തിൽ നിന്ന് ഉരുവിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ദൈവം ജീവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നതാണ് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധയർഹിക്കുന്ന വശം. അത് തൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് വെച്ചാണ് യേശു പറയുന്നത്, ഞാൻ ജീവന്റെ ജലമാണ്. അപ്പോൾ ജീവിക്കുന്ന ദൈവം, ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നു പ്രവർത്തിച്ചു. ഇതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. യേശുവിൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഊന്നൽ ആദ്യം മുതൽ അവസാനം വരെ മരണത്തിന്മേലല്ല, ജീവന്റെ മേലാണ് എന്ന് ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാക്കാൻ സാധിക്കും. യേശു പറഞ്ഞില്ല, ഞാൻ വന്നത് നിങ്ങളെ ധൈര്യത്തോടെ മരിക്കാനായി പരിശീലിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അവനിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവന്റെ നദി പുറപ്പെടും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ഏത് പ്രസ്താവനകൾ നോക്കിയാലും, ഏത് ഇടപെടൽ നോക്കിയാലും അത് ജീവൻ എന്ന് പറയുന്ന പരമമായ ആശയം അല്ലെങ്കിൽ മൂല്യം അല്ലെങ്കിൽ ലക്ഷ്യം കേന്ദ്രീകരിച്ച് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് ആ യേശുവിൻ്റെ ദർശനത്തോടും വ്യക്തിത്വത്തോടും നീതി പുലർത്തുന്ന വിധത്തിൽ വേണം
യേശുവിൻ്റെ ക്രൂശീകരണത്തെയും അതിനുശേഷമുള്ള സംഭവങ്ങളെയും നാം മനസ്സിലാക്കുകയും ആത്മീയമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എപ്രകാരമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമുക്ക് അത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈസ്റ്ററിനെ രണ്ട് തികച്ചും വ്യത്യസ്തമായ വിധത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒന്ന്, ഈസ്റ്റർ എന്ന് പറയുന്നത് മരണാനന്തരമായി നിലകൊള്ളുന്ന ഒരു സാധ്യത. മരിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചു കഴിഞ്ഞ ശേഷം മരണാനന്തരം. എന്നാൽ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി, 100% വ്യത്യസ്തമായി മറ്റൊരു ഉയർപ്പ് ഉണ്ട്. അത് മരിക്കുന്നതിന് മുൻപാണ്. നാം ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതറിയാതെ, ഇത് പരിഗണിക്കാതെ, ഇതിനെ പൂർണ്ണമായി ബഹുമാനിക്കാതെ യേശു കാണിച്ചു തന്ന വഴിയെ മനസ്സിലാക്കുവാനോ സുവിശേഷത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാനോ ആർക്കും സാധിക്കുകയില്ല എന്ന് എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് പറയുവാൻ, പ്രസ്താവിക്കുവാൻ ഞാൻ നിർബന്ധിതനാണ്. നാളിതുവരെ ഉയർത്തെഴുന്നേൽപ്പിനെ ഒരു മരണാനന്തര പ്രതിഭാസമാക്കി മാത്രം ചിത്രീകരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നാം തിരിച്ചറിയണം. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ആശയം മനുഷ്യൻ്റെ ജീവിതത്തോട് യാതൊരു ബന്ധവുമില്ലാതെ അങ്ങെവിടെയോ ഒരു കാൽപ്പനികമായ ലോകത്തിൽ അല്ലെങ്കിൽ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുതകരമായ സാധ്യതയാണ്. അതുമായി ബന്ധം സ്ഥാപിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം വിശ്വസിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ, ഉണ്ടാകണമോ എന്ന് ചിന്തിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ നാം അത് തിരിച്ചറിയാത്തതിൻ്റെ കാര്യം ഈ വലിയ മഹനീയമായ സാധ്യതയെ തികച്ചും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ടാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ ഒരു എന്താണ് പറയുന്ന സംഭവത്തെ, ഈ ഒരു സാധ്യതയെ പരാമർശിച്ചിട്ടുള്ളത്, മനസ്സിലാക്കുവാനും മനസ്സിലാക്കിപ്പിക്കുവാനും ശ്രമിച്ചിട്ടുള്ളത്. അവിടെ വലിയ തിരുത്തലിൻ്റെ ആവശ്യമുണ്ട്. നാം ഇന്ന് വരെയും ആഘോഷിച്ചു വന്നത് യേശു വിഭാവന ചെയ്ത ഉയർത്തെഴുന്നേൽപ്പല്ല. സഭകൾ അവരുടെ താല്പര്യമനുസരിച്ച് നിർവചിച്ച് ആക്കി വെച്ച ഒരാചാരമാണ്. അതുകൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുവാൻ എനിക്ക് കടമയുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് മരിക്കുന്നതിന് മുൻപുള്ള പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്താണ്? വാട്ട് ഈസ് ദ റിസറക്ഷൻ ബിഫോർ ആർ ഡെത്ത്? അതായത് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ജീവനുള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് മനുഷ്യർ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വ്യക്തികളായും ഒരുപക്ഷെ കൂട്ടങ്ങളായും പ്രവേശിക്കുവാൻ സാധിക്കുന്നത്? അങ്ങനെ സാധിക്കുമോ ഇല്ലയോ, സാധിക്കണമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഭാഗ്യവശാൽ യേശു തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു യഹൂദ മതത്തിൻ്റെ ഒരു പ്രധാന പ്രതിനിധിയായിരുന്ന നിക്കോദെമോസിനോടുള്ള സംവാദത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യം ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ ഈ വീണ്ടും ജനനം എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആ വിലയേറിയ ആശയത്തിന് അർത്ഥശൂന്യമായ ഏതോ സങ്കല്പങ്ങൾ മാത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളതും അതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് മനുഷ്യരെ അറിയിച്ചിട്ടുള്ളതും. ഈ വീണ്ടും ജനനം എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ
ഒരു ഈസ്റ്റർ ഉണ്ടാകണമെങ്കിൽ ഈ വ്യക്തിപരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രൂശിൽ മരിച്ചുവെന്നും അവനെ അടക്കിയ ശേഷം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അപ്രകാരം സംഭവിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ സംഭവത്തിൻ്റെ തന്നെ ആത്മീകമായ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അധികാരത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തും സാധ്യമാണ്. പക്ഷേ നാം പ്രത്യേകമായ താല്പര്യം കാണിച്ച് നമ്മുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങ് ദൂരെ നടന്ന അത്ഭുതങ്ങളല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട അത്ഭുതങ്ങളാണ്. അതിൽ സുപ്രധാനമായ അത്ഭുതം ശരീരത്തിന് രോഗശാന്തി വന്നു എന്നുള്ളതല്ല, നമ്മുടെ വ്യക്തിത്വം ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ഏറ്റവും അഗ്രഗണ്യമായി നാം കരുതേണ്ടത്. എങ്കിലും അതിന് യാതൊരു വിലയും കൊടുക്കാതെയാണ് ക്രിസ്തീയമായ പ്രസ്ഥാനങ്ങളും സഭാപരമായ പ്രവൃത്തികളും ദൗത്യങ്ങളും ആരാധനാ ജീവിതവും പ്രഘോഷണങ്ങളും എല്ലാം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ന്യൂനത തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആരെയും വിമർശിക്കാനല്ല, വ്യക്തികൾക്ക് ആത്മീകമായ വിടുതലുണ്ടാകുവാനും അവർക്ക് ദൈവം വിഭാവന ചെയ്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനും ഇപ്രകാരമുള്ള സത്യസന്ധമായ വചനത്തോട് നീതി പുലർത്തുന്ന തിരിച്ചറിവുകൾ നമ്മുടെ മധ്യത്തിൽ ഇടം പിടിച്ചേ മതിയാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നാളിതുവരെ നാം അറിഞ്ഞ ഈസ്റ്റർ ആഘോഷങ്ങളിൽ കൂടെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആത്മീകമായ വർധനവോ മറ്റേതെങ്കിലും വിധത്തിൽ അനുഗ്രഹമോ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം ഈസ്റ്റർ വന്ന് നല്ല ആഹാരം കഴിച്ചു എന്നതിനപ്പുറത്ത് ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്ന സാധ്യത നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ ഇടയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അഹങ്കാരമുണ്ടോ, എന്തെങ്കിലും ദുഷിച്ച ഉദ്ദേശങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കാം. അപ്പോൾ നാം മനസ്സിൽ കുറിക്കേണ്ട പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ പഠിപ്പീരുകളെയും വ്യക്തിത്വത്തെയും മാത്രം കേന്ദ്രീകരിച്ചാൻ പറയുകയാണ്. നാം ഏറ്റവും വ്യക്തമായും പ്രാധാന്യം കൽപ്പിച്ചും അറിയുകയും ഓർത്തിരിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് ഏവർക്കും, നാം ആരായാലും ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കേണ്ടത് മരിച്ചു കഴിഞ്ഞല്ല, നാം മരിക്കുന്നതിന് മുൻപാണ്, നാം ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇനിയും അടുത്തതായി എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ആവശ്യം നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം. വേദപുസ്തകം ആകമാനം പറയുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ അവസ്ഥ മരണത്തിൻ്റെ മർമ്മത്തിന് വിധേയമാണ്. ഉദാഹരണം പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ തൻ്റെ അവസ്ഥയെ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലൻ വിലപിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിൻ്റെ മർമ്മം എൻ്റെ അവയവങ്ങളിൽ ആധിപത്യം നടത്തുന്നുവല്ലോ. എന്നെ അടക്കി ഭരിക്കുന്ന മർമ്മം എന്താണ്? ജീവൻ്റെ മർമ്മമല്ല, മരണത്തിൻ്റെ മർമ്മമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തിലാണ്. വി ആർ ഇൻ ഡെത്ത് ഈവൻ ഇൻ ലൈഫ്. ഈ ഒരു അടിസ്ഥാന ബോധ്യപ്പെടലാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആവശ്യം തന്നെ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അത് കാണാപ്പാടം അറിയാത്ത ആരുമില്ല എന്ന് ഞാൻ കരുതുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും. അപ്പോൾ വീണ്ടും ജനനം എന്നാൽ എന്താണ് എന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന സമൂലമായ അന്തരം, മാനസാന്തരം, ഇപ്പോഴുള്ള മനസ്സിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, ഇപ്പോഴുള്ള മനസ്സിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്
ഒരു പുതിയ മനസ്സാർജിക്കുന്ന അവസ്ഥ. അതേത് മനസ്സായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിലുണ്ടായിരുന്ന മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്താണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്? എന്താണ്? അവൻ്റെ മനസ്സിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയോടുള്ള അവൻ്റെ അടിമത്തം, അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിച്ചിട്ട് ആ മനസ്സിൽ കൂടെ ലോകത്തെയും അതിൻ്റെ എല്ലാ സാധ്യതകളെയും തൻ്റെ തന്നെ വ്യക്തിത്വത്തെയും താൻ ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഒന്ന് പുതുതായി സത്യത്തിലും ആത്മാവിലും മനസ്സിലാക്കാൻ അവനെ അനുവദിക്കുന്ന, സഹായിക്കുന്ന, അതിൽ നിലനിർത്തുന്ന ആ അവസ്ഥയുടെ പേരാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. ഇത് നാം തികച്ചും അവഗണിച്ചു വച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ആത്മീക ദർശനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈസ്റ്റർ അറിവുകളിലും ആചാരങ്ങളിലും ആത്മീകമായ ജീവനില്ലാതെ, ചൈതന്യമില്ലാതെ, അർത്ഥമില്ലാതെ നാം ആണ്ടുതോറും ഇത് പതിവ് പോലെ ആചരിച്ച് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു, നാം നമ്മുടെ മനസ്സിൻ്റെ അടിമകളാണ് എന്ന് പറഞ്ഞു. ഈ മനസ്സ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചു, വളർന്നു. ആ വളർച്ചയുടെ ഓരോ നിമിഷത്തിലും അതിന് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ അത് ഒപ്പിയെടുക്കുകയാണ്. അതിനുശേഷം മാതാപിതാക്കന്മാർ പരിശീലിപ്പിക്കുന്നു. അതിനുശേഷം കുടുംബത്തിന് അല്ലെങ്കിൽ വീടിന് വെളിയിലുള്ള സ്വാധീനം, സ്കൂളാണെങ്കിലും സമൂഹമാണെങ്കിലും സഹപാഠികളിൽ നിന്നുള്ള സ്വാധീനമാണെങ്കിലും മീഡിയ സ്വാധീനമാണെങ്കിലും അങ്ങനെ നാനാവിധമായ സ്വാധീനങ്ങൾ അവരിൽ മേൽ വരുന്നു. അങ്ങനെ അവരുടെ മനസ്സ് രൂപീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ലോകം താല്പര്യപ്പെടുന്ന ചില കാര്യങ്ങൾ, അവർക്ക് സൗകര്യമാകുന്ന വിധം പോലെ അവയെ ഒന്ന് വളച്ചൊടിച്ച് ചെറുതാക്കി വലുതാക്കി സൗകര്യ അർത്ഥം വച്ചിരിക്കുന്ന വളരെ പരിമിതമായ ഒരു ബോധവൽക്കരണം മാത്രമേ മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഘടകത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും വെളിച്ചത്തിൻ്റെ ആശയങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ പരിധിക്ക് അപ്പുറത്താകയാൽ അത് വലിയ കാര്യമൊന്നുമല്ല, അത് പറഞ്ഞാൽ വന്നിട്ട് ഒരു ഗുണവുമില്ല, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ മതി. അങ്ങനെ നാം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ് നാം തീരുമാനിക്കുന്നത് ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ? യേശു പറഞ്ഞു, നിങ്ങൾ ഒരു ഗോതമ്പ് മണി പോലെ ആയിത്തീരണം. സ്വർഗരാജ്യം ഒരു ഗോതമ്പ് മണിക്ക് സമാനം. അത് വീണ് മുളയ്ക്കുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. വീണ് ചത്ത് മുളച്ചാൽ അത് അധിക ഫലം കായ്ക്കും. ആ ഒരു പ്രമാണം ഈ ലോകത്തിൻ്റെ പ്രമാണമാണോ? നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയുള്ള പ്രമാണങ്ങൾ വിശ്വസിക്കുവാൻ നമുക്ക് ആന്തരികമായ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാണ് നാം വളരെ ഭയഭക്തിയോടുകൂടെ ഞായറാഴ്ച തോറും പോയി ആരാധിച്ച് ആരാധന എന്താണെന്ന് പോലും ചിന്തിക്കാൻ ശ്രമിക്കാതെ യാന്ത്രികമായ ചില വാക്കുകൾ ഉച്ചരിച്ച് ചില ആംഗ്യങ്ങൾ കാണിച്ച് നാം സംതൃപ്തി അടഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ നിർജീവമാണ്, നിർഗുണനാണ് എന്നത് നാം തിരിച്ചറിയണം. എന്നതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, അപ്രകാരമാണ് നിങ്ങൾ വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരമില്ലാത്ത ഉപ്പിനോട് സമം. അങ്ങനെ ഉപ്പിൻ്റെ കാരം പോയാൽ പിന്നെ അതിന് എന്തിനു കൊള്ളാം? അത് വലിച്ചെറിഞ്ഞ് വെളിയിൽ കളഞ്ഞ ആളുകളെ ചവിട്ടി മെതിക്കാൻ മാത്രമേ ഉപയോഗമുള്ളൂ എന്ന് യേശു പറയുമ്പോൾ ഇതേ അർത്ഥമാണ് എന്നതിന് യാതൊരു സംശയവും പിന്നെ അവശേഷിക്കുന്നില്ല. അപ്പോൾ നാം ദൈവികമായ വിഭാവനയിൽ
വളരെ സാധ്യതകളോടും പ്രത്യേകമായ ലക്ഷ്യങ്ങളോടും കൂടെ ഈ ലോകത്ത് ആക്കി വയ്ക്കപ്പെട്ടവരാണ്. എന്നാൽ അതിനുതകുന്ന ഒരു പരിശീലനം, ഒരു ഫോർമേഷൻ ലഭിക്കുവാൻ നമുക്കിടയായിട്ടില്ല. നമ്മുടെ മേലുണ്ടായിരുന്ന സ്വാധീനം മുഴുവനും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. ലോകത്തിൻ്റെ മർമ്മങ്ങൾക്കനുസരിച്ച് മാത്രമുള്ള പരിശീലനമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആത്മീയമായ മർമ്മങ്ങൾ പറയുമ്പോൾ അത് പണ്ട് ബുദ്ധിയില്ലാത്തവർക്ക് മാത്രം അംഗീകരിക്കാൻ യോഗ്യതയുള്ളതാണ്, ഞാനിപ്പോൾ വലിയ മിടുക്കനാണ്, ഞാൻ 21ാം നൂറ്റാണ്ട് ജീവിക്കുന്നവനാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അപ്രകാരമായതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിനെ അപ്രകാരം രൂപീകരിച്ചു വെച്ചിരിക്കുന്നു. നാം അല്ല അത് രൂപീകരിച്ചത്, ദൈവമല്ല, ഈ ലോകമാണ്. ഈ അവസ്ഥയിൽ നാം മരണത്തിൻ്റെ അടിമകളാണ് എന്നതാണ് യേശുവിൻ്റെ ദർശനം. ഇവിടെ നിന്നാണ്, ഈ അവസ്ഥയിൽ നിന്നാണ് നാം ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവികമായ സാധ്യതകളെ തിരിച്ചറിയുവാനോ അതിനോട് സഹകരിപ്പാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. ഈ സാഹചര്യത്തിലിരിക്കുമ്പോൾ നമുക്ക് സമഗ്രമായ വികസനം, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ആ പേഴ്സണാലിറ്റി സാധ്യമല്ല. ഈ അവസ്ഥയിലിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതം നയിപ്പാൻ സാധ്യമല്ല. വിശ്വാസം എന്നതോ ലോകം ഇപ്പോൾ കൽപ്പിച്ചാക്കിയിരിക്കുന്ന, കൃത്യമായി കുറ്റിയടിച്ചു നിർത്തിയിരിക്കുന്ന ചില സങ്കല്പങ്ങളുടെ ആകത്തുകയാണ്. ആ ലൗകികമായ ചട്ടക്കൂടിനെ അതിജീവിക്കാനുള്ള ഊർജത്തിൻ്റെ പേരാണ് ഈ വിശ്വാസം എന്നുള്ളത്. നാം അങ്ങനെയല്ല വിശ്വാസത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നതും നാം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അവസ്ഥ പ്രാപിക്കുന്നതും തുല്യം തന്നെയാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിനെ ദയവായി തെറ്റിദ്ധരിക്കരുത്, അലങ്കോലപ്പെടുത്തരുത്, വികൃതമാക്കരുത്. മരണത്തിന് ശേഷമല്ല, ശവക്കോട്ടയിൽ വെച്ചല്ല, ശവക്കുഴിക്ക് അകത്തല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ അനുഭവത്തിന് മാത്രമേ യേശുവിൻ്റെ വ്യക്തിത്വത്തോടും അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആത്മീയമായ വെളിച്ചത്തോടും പൊരുത്തപ്പെടുവാൻ സാധ്യതയുള്ളൂ. തീർച്ചയായും അപ്രകാരമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് യേശു വിഭാവന ചെയ്തത് എന്നത്, അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവും വ്യക്തികളുമായുള്ള ഇടപെടലുകളിൽ എല്ലാം ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ കൃത്യമായി നമുക്ക് കാണാവുന്നതാണ്. അവരെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റവരാണ്. അത് മഗ്ദലക്കാരി മറിയാണെങ്കിലും, ശമരിക്കാരി സ്ത്രീയാണെങ്കിലും, പാവിനി എന്ന പേരിൽ അവതരിക്കപ്പെട്ടിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീയാണെങ്കിലും, നിക്കോദീമോസ് ആണെങ്കിലും, സഖായി ആണെങ്കിലും, ആരാണെങ്കിലും, ഒന്നിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ മനസ്സുള്ളവൻ, അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്തവൻ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവേശുവിൻ്റെ അടുത്ത് ഉപദേശം തേടി വരുന്ന ആ ഒരു സാഹചര്യം നമുക്കറിയാം. അവന് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവൻ പ്രവേശിക്കേണ്ടിയിരുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അവസ്ഥ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം അവനെ പിന്നോട്ട് വലിച്ച ഘടകത്തിൻ്റെ പേര് അവന് അധികം സ്വത്തുണ്ട് എന്നതായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ല. അപ്പോൾ ആകെപ്പാടുകളുടെ വ്യത്യാസം ഇതാണ്. ജീവിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ മനസ്സുള്ളവരുണ്ടോ? അങ്ങനെയുള്ളവർ ഒരു ഭാഗത്തും, അതിന് മനസ്സില്ലാത്തവർ മറ്റൊരു ഭാഗത്തും. ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്മീയ ഗോളത്തിൽ പ്രസക്തമായ ഒരു ചെരിതിരിവ് എന്ന് ഈ ഈസ്റ്റർ ദിവസത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഏവരെയും അറിയിക്കുകയാണ്. ഏതായാലും മരണാനന്തരം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ചിന്തിച്ച് ആകെപ്പാടെ ചിന്താക്കുഴപ്പത്തിലായി ഇതികർത്തവൃതിമുടരായി കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മരിക്കുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് പ്രവേശിക്കാവുന്ന അവസ്ഥകൾ അവ പ്രാപിപ്പാനും, യേശുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ
വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം കൂട്ടാക്കണം. കാരണം ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി ഇതാ വരാൻ പോകുന്നു. അധിക സമയമുണ്ടാകുകയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ അർത്ഥവത്തായ വിധത്തിൽ ഈസ്റ്ററിനെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും ശ്രമിക്കണമെന്ന് ഏവരോടും സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.